മുനമ്പത്തെക്കുറിച്ച് ഇന്നലെ പാർലമെൻറ്റിൽ ഇടയ്ക്കിടയ്ക്ക് മന്ത്രി തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇന്നലെ ലോക്സഭ ബില്ല് പാസ്സാക്കിയ ശേഷം മുനമ്പത്ത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയായിരുന്നു ആളുകൾ. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ, ഇത് നിയമമായി കഴിഞ്ഞാൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കും. ഈ ക്രിസ്ത്യൻ സഭകളെ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കൂടെ നിർത്തി ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വരികയാണ് എന്നുള്ളൊരു നെറേറ്റീവ് കൂടി ഇതിൻ്റെ ഇടയിലൂടെ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കിരൺ റിജിജു തന്നെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ക്രിസ്ത്യൻ സഭകൾ അവരുടെ നേതാക്കളൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്, അവരൊക്കെ ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറയുന്ന രൂപത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയുണ്ടായിരുന്നു. ഈ RSSഉം ക്രിസ്ത്യാനികളും തമ്മിലുള്ള ബന്ധം പരിശോധിച്ചാൽ അവർ തമ്മിൽ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. സംശയമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഈ മണിപ്പൂരൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞൊരു 5 വർഷത്തിനിടെ ക്രിസ്ത്യൻ പള്ളികൾ, അതുപോലെ മറ്റേ ക്രിസ്തീയ മതവിശ്വാസം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ക്രിസ്തുമത സ്ഥാപനങ്ങൾ, ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നതാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ എന്നുള്ളൊരു കണക്ക് അദ്ദേഹം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷമുള്ള കണക്കാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നൊരു കാര്യം. അതാണ് പല ഭാഗത്തും നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ പലതും അറിയാറ് പോലുമില്ല. പ്രത്യേകിച്ച് ഇവിടെയുള്ള സഭാവിശ്വാസികളൊന്നും അറിയുന്നതായിട്ടോ ഇനിയിപ്പോൾ അറിഞ്ഞാൽ തന്നെ അവർ അറിഞ്ഞായിട്ട് നടിക്കാറുമില്ല. ഇപ്പോൾ ഈ ഉത്തർപ്രദേശിലൊരു പാസ്റ്ററേയും അയാളുടെ ഭാര്യയും മതപരിവർത്തന നിരോധന നിയമപ്രകാരം ശിക്ഷിച്ചിട്ട് ഒരു പ്രശ്നവും നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല ഇവിടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം. ഇവിടുത്തെ ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ അധികാരം, അവരുടെ ഭൂമി, അവരുടെ സ്വത്തുവകകൾ ഇത് സംരക്ഷിക്കുകയും അത് ഭരിച്ചുകൊണ്ട് പോവുകയും അതിന് പാകത്തിൽ അധികാര കേന്ദ്രവുമായിട്ട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത്. അതെല്ലാ കാലത്തും കേരളത്തിലെ സഭാ നേതൃത്വം ചെയ്തിരുന്നൊരു കാര്യമാണ്. ആരാണോ അധികാരത്തിലുള്ളത് അവരുമായിട്ട് നല്ല ലൈസൻസ് പാലിച്ചുകൊണ്ട് ഇത് നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളൊരു പണി. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മുനമ്പം ഒരു ഉദാഹരണം എടുത്ത്, മുനമ്പത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് വഖഫാണെന്നറിയാതെ ഭൂമി വാങ്ങി, ചെറിയ അളവിലുള്ള ഭൂമി വാങ്ങി അവിടെ വീട് വെച്ച് താമസിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവർക്ക് ഇത് വഖഫാണെന്ന് അറിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രശ്നം ഉണ്ടാകും. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പരിഹരിക്കുന്നതിന് വേറെ വഴിയാണ് ആശ്രയിക്കേണ്ടത്. അല്ലാതെ ഈ വഖഫ് നിയമം കൊണ്ട്, ഭേദഗതി കൊണ്ട് അത് പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരാണ്. അവരെ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് അവിടെ സമരം ചെയ്യുന്ന മനുഷ്യന്മാർ. അതുകൊണ്ടാണ് അവരിന്നലെ പടക്കം പൊട്ടിക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്തത്. അവർക്ക് ഇപ്പോഴും അറിയില്ല ഈ നിയമം കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു ബേസിക് ഡോക്യുമെൻ്റ് അവിടെ കിടക്കല്ലേ. നമ്മൾ ഒരു ഭൂമി ഇടപാടിനെക്കുറിച്ച് ഒരു സാമാന്യ ജ്ഞാനമുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാം, ഒരു ബേസിക് ഡോക്യുമെൻ്റ് അവിടെ കിടക്കുമ്പോൾ അത് മറികടന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വാങ്ങാൻ പോകുമ്പോൾ ഞാൻ അന്വേഷിക്കേണ്ടതാണ്, ഈ ഭൂമിക്ക് പട്ടയമുണ്ടോ, ഈ ഭൂമിക്ക് മറ്റു വല്ല ബാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഈ ഭൂമി വേറെ ആരെങ്കിലും കൈവശത്തിലിരിക്കുന്നതാണോ, യഥാർത്ഥത്തിൽ വിൽക്കുന്ന ആൾക്ക് ഇത് വിൽക്കാനുള്ള അധികാരമുണ്ടോ, ഇതൊക്കെ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിനാണ് നമ്മൾ സാധാരണ ഭൂമി വാങ്ങുമ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യാനായിട്ട് അഭിഭാഷകരെ സമീപിക്കുന്നത്, പരിശോധിക്കുന്നത്. നമുക്ക് ലോൺ എടുക്കാൻ ഏതെങ്കിലും ബാങ്കിലെ സമീപിച്ച് കഴിഞ്ഞാൽ ബാങ്ക് കൊണ്ട് പരിശോധിക്കുന്നതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് കുറേ കാലമായിട്ട് ചെയ്യുന്ന പണിയാണ്. അതൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഈ പാവങ്ങൾ പോയിട്ട് ഈ ചതിയിൽപ്പെടുന്നത്. അത് സത്യം പറഞ്ഞാൽ അതൊരു ട്രാപ്പിൽ അവരെ പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം കുറേ കാലമായിട്ട് അവരോട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ നിയമം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ അവിടെ ഒരു ഡോക്യുമെൻ്റ് അവിടെ ഉണ്ട്, രജിസ്റ്റർ ചെയ്ത ഡോക്യുമെൻ്റ് അവിടെ ഉണ്ട്. ഈ ഡോക്യുമെൻ്റ് അടിസ്ഥാനത്തിലേ കോടതികൾക്ക് വിധി പറയാൻ പറ്റുള്ളൂ. കോടതി പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ എന്ത് സെറ്റിൽമെൻറ്റ് ആക്കിയാലും ഇങ്ങനൊരു ഡോക്യുമെൻ്റ് ഇവിടെ ഉണ്ട് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചൊരു ഹർജിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു നിയമപ്രശ്നമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കും. കുറേ കാലത്തേക്ക് കിടക്കുകയുള്ളൂ. ഈ മനുഷ്യർക്കൊന്നും സ്വസ്ഥമായിട്ട് അവിടെ കിടന്നുറങ്ങാൻ ഈ നിയമഭേദഗതി കൊണ്ട് നടക്കില്ല. അത് ഈ ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ പ്രശ്നം വെച്ചാൽ അവർ വിചാരിക്കുന്നത് ഇതിപ്പോൾ വഖഫിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ചർച്ചസ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട് 1927. അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന ചർച്ചിൻ്റെ ഭൂമി മുഴുവൻ ബ്രിട്ടീഷ് രാജാവിൻ്റെ ഭൂമിയായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ചർച്ചിൻ്റെ ഭൂമിയായിരുന്നു. അത് ഇന്ത്യയിലെ പള്ളികൾക്ക് കൈമാറ്റം ചെയ്യുന്നതിന് കൊണ്ടുവന്നൊരു നിയമമാണ്, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നൊരു നിയമമാണ് 1927 ഇന്ത്യൻ ചർച്ചസ് ആക്ട് എന്ന് പറയുന്ന സാധനം. അതുപ്രകാരം കുറേ ഭൂമി ഈ കത്തോലിക്ക സഭയ്ക്കും ഇന്ത്യയിലെ ക്രിസ്തീയ സഭകൾക്കും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിയമം പിന്നീട് 1960 സ്വാതന്ത്ര്യത്തിന് ശേഷം പിൻവലിച്ചിട്ടുണ്ട്. അത് പിൻവലിച്ചപ്പോൾ ഈ ഭൂമിയൊക്കെ എന്ത് ചെയ്യും എന്നുള്ളത്, ഇങ്ങനെ കൈമാറ്റം ചെയ്ത ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് എന്നുള്ളത് ഗവൺമെൻറ്റിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നാളെ
ഈ ഭൂമി തിരിച്ചു പിടിക്കണം എന്നുള്ള ആവശ്യം ഇതിനകം തന്നെ ഈ പറയുന്ന സംഘപരിവാരത്തിലെ ഫ്രിഞ്ച് ഗ്രൂപ്പുകളായിട്ടുള്ള സംഘടനകൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പല വേദികളിൽ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളുടെ പകർപ്പ് നമുക്ക് ഇപ്പം തന്നെ കിട്ടും. ഇത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന അടുത്തത് അതാണ് എന്ന് ഈ സഭാമേലധ്യക്ഷന്മാർ ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയാൽ തന്നെ അവരത് മറച്ചു വയ്ക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇവരോടൊന്ന് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തേക്ക് ഇവർ വരില്ല എന്നാണ് ഈ സഭാമേലധ്യക്ഷന്മാർ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല, ഫാസിസ്റ്റുകളുടെ രീതി അങ്ങനെയല്ല എന്ന് മനസ്സിലാകണമെങ്കിൽ ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പിൻ്റെ പ്രസ്താവന അവർ പല കുറി വായിക്കേണ്ടി വരും. അത് വായിച്ചിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ അത് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും. അത്രേ സംഭവിക്കുള്ളൂ. അതായത് മുനമ്പവും പരിഹരിക്കാൻ പോകുന്നില്ല, ഇവരുടെ ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലൊക്കെ ഉണ്ടായ ചർച്ചകളിലൂടെ VHPയുടെ ഉദയവും മാർപ്പാപ്പ വന്ന സമയത്ത് ഹോം മിനിസ്ട്രിയുടെ മുമ്പിലിട്ട് മാർപ്പാപ്പയുടെ കോലം കത്തിച്ച VHPയുടെ കഥകളൊക്കെ രാജ്യം അറിയാൻ ചർച്ചകളൊരു കാരണമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. നിശ്ചയമായിട്ടും അങ്ങനെ പല സംഗതികളും, അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നടന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പല സംഗതികളും, അതായത് നിങ്ങൾ ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു മുനമ്പം എന്നുള്ള ഒരൊറ്റ പ്രശ്നത്തിൻ്റെ പുറത്താണല്ലോ ഈ ക്രിസ്തീയ സഭ അല്ലെങ്കിൽ CBCA പ്രസ്താവന ഇറക്കുന്നത്, KCBC പ്രസ്താവന ഇറക്കുന്നത്, ഈ ഒരൊറ്റ പ്രശ്നത്തിൻ്റെ പുറത്താണല്ലോ. ഇതല്ലാതെ പരിഹരിക്കാനുള്ള ഒരു ശ്രമവും ഇവരാരും നടത്തുന്നില്ലല്ലോ. അല്ലെങ്കിൽ അല്ലാതെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് ഇവർ വേണ്ട വിധത്തിൽ സഹകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. ഇതിനെ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കാനാണല്ലോ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം കൊണ്ട് അതൊക്കെ നിൽക്കുമ്പോൾ ഈ പറയുന്ന മാർപ്പാപ്പ വന്നതിനെക്കുറിച്ച്, അന്ന് കോലം കത്തിച്ചത്, അതിൻ്റെ തുടർച്ചയായിട്ട് VHP രൂപീകരിക്കപ്പെട്ടത്, ഇതൊക്കെ ഡിസ്കസ്. അപ്പോൾ ഈ ആളുകൾ ഇത് അറിയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ എമ്പുരാനെക്കുറിച്ച് പറഞ്ഞതുപോലെ ആളുകൾ ഇത് അറിയാണ്. ഇന്നിന്ന സംഭവങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു, ഇന്നൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം, ഇതൊക്കെ അവിടെ ഉണ്ട്. അല്ലാതെ ഈ കേൾക്കുന്നത് മാത്രമല്ല എന്നുള്ള കാര്യം അറിയാനൊരു വഴിയായി ഈ 14 മണിക്കൂർ ചർച്ച എന്നുള്ളത് വളരെ പോസിറ്റീവാണ്.